നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്ന കാര്യങ്ങളൊന്നുകൂടി പറയട്ടെ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്. സംഖ്യകളുടെ എണ്ണം എത്രയാണ്? സംഖ്യകളുടെ എണ്ണം ഇവിടെ 5. തുക എത്രയാണ്? തുക 300 ആണ് തന്നിരിക്കുന്നത്. തുക 300. എണ്ണവും തുകയും തന്നാൽ നമുക്ക് ശരാശരി കാണാൻ പറ്റും. ശരാശരി കാണുന്നത് എങ്ങനെയാണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി. അപ്പോൾ നമ്മൾ ശരാശരി എത്രയാണ് കിട്ടുക? ഇവിടെ ശരാശരി കിട്ടുന്നത് 300 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 60 ഇവിടുത്തെ ശരാശരി. എന്തിനാണ് ഇവിടെ ശരാശരി കണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്. തുടർച്ചയായ സംഖ്യകളാണ്. തുടർച്ചയായ സംഖ്യകൾ 1, 2, 3, 4, 5. നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിൽ നടുവിൽ വരുന്ന സംഖ്യ ആയിരിക്കും. ഇതിൽ നടുവിൽ വരുന്ന സംഖ്യ ഇവിടെയാണ് നടുവിൽ വരുന്നത്. ഇത് ശരാശരി ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഇത് 60 ആയിരിക്കും. അപ്പോൾ അടുത്ത എണ്ണൽ സംഖ്യ 61, അടുത്ത എണ്ണൽ സംഖ്യ 62. ഇവിടെ നിന്ന് പുറകോട്ട് പോയാൽ ഇവിടെ 59, 58. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? അതിൽ ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ സംഖ്യ ഏതാണ്? 62 ആണ്. അതുകൊണ്ട് ബി ആണ് നമ്മുടെ ആൻസർ. ചെറിയ സംഖ്യ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ അത് 58 ആണ്. ഈ രീതിയിലാണ് കാണുന്നത്. അടുത്തത്: താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 1 വരാത്തത്. ആദ്യത്തെ ജോഡി 1/2, 1/2. അപ്പോൾ ഇത് കൂട്ടിയാൽ എന്ത് വരും? 1/2 + 1/2 ഈക്വൽ ടു ഛേദം സെയിം ആണ്. ഛേദം അതുപോലെ എടുത്തെഴുതി അംശം കൂട്ടി എഴുതുക. 1, 1, 2. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതല്ല, 1 വരാത്തതാണ് നമുക്ക് വേണ്ടത്. ബി എടുക്കുക. 2/3 + 1/3. ഛേദം സെയിം, അത് എടുത്തെഴുതി അംശം കൂട്ടി. 2, 3, 3. 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ഇതും അല്ല. അടുത്തത് നോക്കിക്കേ. 5/11 + 4/11. ഛേദം അതുപോലെ എടുത്തെഴുതി 5ഉം 4ഉം 9. ഇത് 1 അല്ല. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്താണെങ്കിലോ 7/15 + 8/15 എത്ര വരും? ഛേദം സെയിം ആണ്. ഛേദം അതുപോലെ എടുത്തെഴുതി 7ഉം 8ഉം 15. 15/15 1 ആണ്. അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4ൽ 3 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് ഉണ്ടായിരുന്നത്? ഇവിടെ ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? ടാങ്കിൽ 36 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളമുണ്ട്. അതിലേക്ക് 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4ൽ 3 ഭാഗം നിറഞ്ഞു. 4ൽ 3 ഭാഗം നിറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ എത്ര ലിറ്റർ വെള്ളമായി എങ്ങനെ കാണും? അതായത് 36 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. 36ൻ്റെ 4ൽ 3 ഭാഗമാണ് നിറഞ്ഞത്. 36ൻ്റെ 4ൽ 3 എത്രയാണെന്ന് കാണാം. 4, 9, 4, 36, 9, 3, 27 ലിറ്ററാണ്. അപ്പോൾ നമ്മൾ 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ആകെ എത്ര ലിറ്ററായി? 27 ലിറ്ററായി. അപ്പോൾ ആദ്യം അതിലൊരു എമൗണ്ട് വെള്ളം ഉണ്ടായിരുന്നു. അത് നമുക്കറിയില്ല. അത് എക്സ് ആയിട്ട് എടുത്തു. എക്സിൻ്റെ കൂടെ 20 ലിറ്റർ കൂടി ആഡ് ചെയ്തപ്പോൾ എത്രയായി? 27 ലിറ്ററായി. അപ്പോൾ എക്സ് എത്രയാണ്? 27 - 20 7 ലിറ്റർ. നമ്മുടെ ആൻസർ എ ആണ്. അടുത്തത്: താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? 5/3, 5/4, 5/5, 5/7 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ പൂർണ്ണവർഗം ആവുകയാണെങ്കിൽ പവർ എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇവിടെ 5/3 ആണ്. 3 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇതല്ല. 5/4 ഇതാണ് പൂർണ്ണവർഗം. ഇവിടെയും ഒറ്റ സംഖ്യയാണ്, ഇവിടെയും ഒറ്റ സംഖ്യയാണ്. 5/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 × 5 × 5 എന്നാണ് അതിൻ്റെ മീനിങ്. 5 × 5 25. ഇവിടെയും 5 × 5 25. 25 × 25 625. പൂർണ്ണവർഗമാണല്ലോ. 25ൻ്റെ വർഗമാണല്ലോ. അപ്പോൾ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്: 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? അപ്പോൾ ആപ്പിളിൻ്റെ വില എത്രയാണ്? ആപ്പിളിൻ്റെ വില 180 രൂപ. ഓറഞ്ചിൻ്റെ വിലയോ? ഓറഞ്ചിൻ്റെ വില 60 രൂപ. 3 കിലോഗ്രാം ആപ്പിളാണ് വാങ്ങിയത്. അപ്പോൾ
3 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 180 ഇൻറ്റു 3 0 24 ശിഷ്ടം 2 1 3 3 2 5 540. ഇവിടെ നമ്മൾ 4 കിലോഗ്രാം ഓറഞ്ച് വാങ്ങി. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ വില ഇൻറ്റു 4 4 ഗുണം 0 0 6 ഗുണം 4 24 240. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? ആകെ രൂപ കാണാൻ വേണ്ടി ഇത് രണ്ടും കൂട്ടുക. 540 പ്ലസ് 240 0 4 4 8 5 2 7 780 രൂപ. ബി ആണ് നമ്മുടെ ആൻസർ. 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില തന്നു 180 രൂപ, 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില 60 രൂപ. അതുപോലുള്ള 3 കിലോഗ്രാം വാങ്ങി. അപ്പോൾ 3 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 3 ഗുണം 180 540. ഓറഞ്ച് 4 കിലോഗ്രാം വാങ്ങി. 4 ഇൻറ്റു 60 240. ആകെ വില 540 240 കൂട്ടി 780 രൂപ. 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, വേഗത തന്നിട്ടുണ്ട്. 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത തന്നിരിക്കുന്നു. വേഗത 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 36 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൂരം എത്രയാണ്? 36 കിലോമീറ്റർ. ദൂരം 36 കിലോമീറ്റർ. ഇവിടെ വേഗത മീറ്റർ പെർ സെക്കൻഡിലും ദൂരം കിലോമീറ്ററിലുമാണ്. അതുകൊണ്ട് നമുക്ക് വേഗതയെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാം. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുന്നത്? മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ ഇൻറ്റു 18/5. 1 5 5 4 5 20 4 ഇൻറ്റു 18 ചെയ്ത് നോക്കാം. 18 ഇൻറ്റു 4 4 8 32 ശിഷ്ടം 3 1 4 4 3 7 72 കിലോമീറ്റർ പെർ അവറാണ്. കിലോമീറ്റർ പെർ അവറിന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? സമയം. സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് കാണേണ്ടത്. സമയം എങ്ങനെ കാണാം? സമയം ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ദൂരം എത്രയാ? 36 ഡിവൈഡഡ് ബൈ 72 എത്ര വരും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 6 36 1 6 12 6 12. ഇനി ഇവിടെ 1 വരും, ഇവിടെ 2 വരും. 1/2 അവർ, അതായത് അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ്. എ ആണ് നമ്മുടെ ആൻസർ. 30 മിനിറ്റ്. അടുത്തത് 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ. 1.25 നമ്മൾ ഇങ്ങനെ എഴുതാമല്ലോ. 125/100 എഴുതാം. ഇവിടെ 2 സ്ഥാനം വലത്തോട്ട് മാറ്റിയപ്പോൾ 100 കൊണ്ട് ഹരിച്ചു. 125/100. ഇനി അതിനെ എന്ത് ചെയ്യാം? ചെറുതാക്കാം, സോൾവ് ചെയ്യാം. 5 കൊണ്ടാണെങ്കിൽ 25 കൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. 5 കൊണ്ടാണെങ്കിൽ 2 5 10 20. ഇവിടെ 2 5 10 25 5 25. എഗെയിൻ 5 കൊണ്ട് ചെയ്താൽ 4 5 5/4 വന്നു. 5/4 ആണ് നമ്മുടെ ആൻസർ. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ 5/4. അടുത്തത്, ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ഒരാളൊരു സാധനം വിറ്റ വില എന്താണ്? വിറ്റ വില 2070. അപ്പോൾ അവിടെ 10% നഷ്ടമുണ്ടായി. നമ്മൾ ആകെ ശതമാനം 100 ആണ്. അപ്പോൾ ഇവിടെ 10% നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ 10% കുറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 90% എന്നെടുക്കാം. അതായത് ഈ 90% എന്ന് പറയുന്നത് എത്രയാണ്? 2070 ആണ്. 2070 വിറ്റപ്പോഴാണ് 10% നഷ്ടമുണ്ടായത്. 10% നഷ്ടം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? 90%. ഇനി 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ആകെയുള്ളത് 100%. നമുക്ക് 5% ലാഭം എന്ന് പറയുമ്പോൾ 100ൻ്റെ കൂടെ 5 കൂടി കിട്ടണം. അപ്പോൾ 105% എഴുതാം. ഈ 105% ലാഭം വേണമെങ്കിൽ അതായത് 5% ലാഭം വേണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ 105% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 90% 2070 ആണെങ്കിൽ 105% എത്ര? ഇത് നമുക്ക് ക്രോസ് ചെയ്യാം. എങ്ങനെയാണ് ക്രോസ് ചെയ്യുക? ഇതും ഗുണിച്ചിട്ട് ഇതുകൊണ്ട് ഹരിക്കാം. 2070 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 90. 0 0 പോയി, 9 കൊണ്ട് പോകും. 1 9 9. ഇവിടെ 2 9 18 ശിഷ്ടം 2 27 3 9 27. 105 ഇൻറ്റു 23. 105 ഇൻറ്റു 23. 3 5 15 ശിഷ്ടം 1. ഇവിടെ 0 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 വരും. ആ ശിഷ്ടം ബാക്കി 1. 1 3 3. 2 5 10 ശിഷ്ടം 1. 0 ആ 1 ബാക്കിയുണ്ട്. 1 2 2. 5 1 4 2. 2415 രൂപ. ഡി ആണ് നമ്മുടെ ആൻസർ. 2415 രൂപ.
അടുത്തത് 196 ചതുരശ്ര മീറ്റർ പരപ്പളവ്, അതായത് വിസ്തീർണമുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് കാണുന്നത്? സമചതുരത്തിൻ്റെ വിസ്തീർണം എന്താണ്? എ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. ഒരു വശം എ ആണെങ്കിൽ വിസ്തീർണം എ സ്ക്വയർ. ഇവിടെ നമുക്ക് എ സ്ക്വയർ തന്നിരിക്കുന്നു. എ സ്ക്വയർ എന്ന് പറയുന്നത് 196 ചതുരശ്ര മീറ്റർ ആണ്. 196 എ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? റൂട്ട് ഓഫ് 196. റൂട്ട് ഓഫ് 196 എത്രയാണ്? നമുക്ക് 14 മീറ്റർ എന്ന് കിട്ടും. 14 മീറ്റർ. ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 5 കൊണ്ടും 7 കൊണ്ടും 14 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ അത് ഇവയുടെ LCM ആണ്, ലസാഗുവാണ് കാണേണ്ടത്. അപ്പോൾ 5ലും 7ലും 14ലും പോകുന്ന സംഖ്യയില്ല. പക്ഷേ 7ലും 14ലും 7 പോകും. അപ്പോൾ നമുക്ക് 7 എടുക്കാം. 5 അതുപോലെ എഴുതി. 7 ഒരു 7 7, 2 7 14. ഇനി 5 1 2 ഇതിൽ 3ലും പോകുന്ന സംഖ്യയില്ല. ഇതിന് അപ്പുറം ചെയ്യാൻ പറ്റില്ല, ഇത്രയുമാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഇതൊക്കെ ഗുണിക്കുക. 7 × 5 × 1 × 2 എത്ര വരും? 70. 70 നമ്മുടെ ആൻസർ. ബി 70. അപ്പോൾ 5 കൊണ്ടും 7 കൊണ്ടും 14 കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 70. 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 5 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സും ഷീലയുടെ വയസ്സുമാണ് നമ്മൾ അവിടെ പറയുന്നത്. സാബു, ഷീല. സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഷീലയുടെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ സാബുവിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 3x ആയിരുന്നു. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. 5 വർഷം മുമ്പ് ഷീലയുടെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. സാബുവിൻ്റെ വയസ്സ് എത്രയാണ്? 3x. ഇനി ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുന്നു. അപ്പോൾ ഇപ്പോഴെങ്ങനെയായിരിക്കും ഇത് വരിക? ഇപ്പോൾ എന്ന് പറയുമ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെ വയസ്സിൻ്റെ കൂടെ 5 കൂടി. അപ്പോൾ സാബുവിൻ്റെ വയസ്സ് 3x + 5, ഷീലയുടെ വയസ്സ് x + 5. ഇങ്ങനെയാണ് വരിക. ഇതായിരുന്നു നമ്മൾ 5 വർഷം മുമ്പത്തെ വയസ്സ്. എക്സും 3x എടുത്തു. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം? 5 വർഷം കൂട്ടണം. 3x + 5, ഇവിടെ x + 5. ഇനി ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അതായത് ഇപ്പോഴത്തെ സാബുവിൻ്റെ വയസ്സ് അത് എത്രയാണ്? 3x + 15 എന്ന് പറയുന്നത് ഷീലയുടെ വയസ്സിനേക്കാൾ 12 കൂടുതലാണ്. ഷീലയുടെ വയസ്സ് എത്രയാണ്? x + 5. അതിൻ്റെ കൂടെ 12 കൂടിയതാണ് ഇപ്പോഴത്തെ സാബുവിൻ്റെ വയസ്സ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഇപ്പോഴത്തെ സാബുവിൻ്റെ വയസ്സ് 3x + 5 ആണ്. 15 അല്ല, 5 എന്നുള്ളത് എന്താ? ഷീലയുടെ വയസ്സിനേക്കാൾ 12 കൂടുതൽ. ഷീലയ്ക്ക് ഇപ്പോൾ x + 5 ഉണ്ട്. അതിന് കൂടി 12 കൂട്ടാം. ഇനി ഇത് സോൾവ് ചെയ്യാം. 3x + 5 എന്ന് പറയുന്നത് x + 17. 3x + 5. ഇനി ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 3x - x + 5 എന്ന് പറയുന്നത് 17. 3x എന്ന് ഒരു x കുറച്ച് കഴിഞ്ഞാൽ 2x. ഇനി ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 17 - 5. 2x എത്രയാണ് കിട്ടുക? 2x എന്ന് പറയുന്നത് 12. x എത്രയാണ്? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. 12/2 6. നമുക്ക് എക്സിൻ്റെ വാല്യൂ 6 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് x + 5 ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 കിട്ടി. അപ്പോൾ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് 6 + 5 എത്രയാണ്? 11 വയസ്സ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? 5 വർഷം മുമ്പത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങ്. ഷീലയുടെ വയസ്സ് x ആണെങ്കിൽ സാബുവിൻ്റെ വയസ്സ് 3x. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ 5 വീതം കൂടി. 3x + 5 ആണ് സാബുവിൻ്റെ വയസ്സ്. ഷീലയുടെ വയസ്സ് x + 5. നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ സാബുവിൻ്റെ വയസ്സ് 3x + 5 എന്ന് പറയുന്നത് എത്രയാണ്? x + 5ൻ്റെ കൂടെ 12 കൂട്ടി. അത് സോൾവ് ചെയ്ത് തരുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 കിട്ടി. പിന്നെ ചോദിച്ചിരിക്കുന്നു ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് x + 5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 + 5 എന്ന് പറയുന്നത് 11 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് എന്താണ്? അപ്പോൾ ഇവിടെ LOVE എന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? NQXG. LNI L 1 2
2 കൂടി. ഒ ക്യു ഐ ഒ 1 2 2 കൂടി. വി എക്സ് ഐ വി 1 2 2 കൂടി. ഇ ജി ഐ മാറി 1 2 ഇവിടെ 2 കൂടി. എല്ലാത്തിൻ്റെയും കൂടി 2 കൂടുന്നതാണ് നമുക്ക് കൂടിയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് എഴുതേണ്ടത് ഹെയ്റ്റ്. എച്ചിൻ്റെ കൂടെ 2 കൂടാ 1 2 2 കൂടി കഴിഞ്ഞാൽ ജെ ആണ്. ജെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് കട്ട് ചെയ്യാം, അത് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. എൻ്റെ കൂടെ 2 കൂടാ എ 1 2 സി ജെ സി എല്ലാം ജെ സിയിലാണ്. അടുത്തത് ടീൻ്റെ കൂടെ 2 കൂടാ 1 2 വി ജെ സി വി ഇത് കട്ട് ചെയ്യാം. അടുത്തത് ഇ ആണ്. ഇയുടെ കൂടെ 2 കൂടാ 1 2 ജെ സി വി ജി ഡി ആണ് നമ്മുടെ ആൻസർ. ഇത് ബോർഡ് മാസ് വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. 1 മൈനസ് 1/2 ഇൻറ്റു 1/2 പ്ലസ് 1/2. ബോർഡ് മാസ് എഴുതുക. ബോർഡ് മാസ് ബ്രാക്കറ്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഇല്ല. അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. 1/2 ഇൻറ്റു 1/2 എത്ര വരും? 1/4. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? 1 മൈനസ് 1/4 പ്ലസ് 1/2. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് അഡീഷൻ. അഡീഷനാണ് ചെയ്യേണ്ടത്. 1 പ്ലസ് 1/2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1 പ്ലസ് 1/2. ഇതിവിടെ 1/1 ആയിട്ട് എടുക്കാം. 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 2 എത്ര വരും? 3/2 വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 3/2 മൈനസ് 1/4 ആയിട്ട് മാറി. എഗെയിൻ 3 ഇൻറ്റു 4 12 മൈനസ് 1 ഇൻറ്റു 2 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8. അപ്പോൾ 10/8 എത്ര വരും? 5/4 വരും. ഈ 5/4നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 5/4 ഒരു 4 4 ശിഷ്ടം 1. ആൻസർ 1 ശിഷ്ടം മുകളിൽ പിന്നെ 4 1 1/4 ആണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? എ സെറ്റ് ബി വൈ സി എക്സ് ഡി ഡബ്ല്യു. ആദ്യത്തെ അക്ഷരങ്ങൾ എ ബി സി ഡി. അടുത്തെന്താണ്? ഇ. അടുത്ത് നോക്കിയേ, സെഡ് പിറകിലേക്ക് വരുന്നു. വൈ എക്സ് ഡബ്ല്യു. അടുത്തെന്താണ്? വി കഴിഞ്ഞിട്ടല്ലേ ഡബ്ല്യു വരുന്നത്. അപ്പോൾ ഇ ബി ആണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. ആദ്യം ഏതാ വരുന്നത്? നിരീക്ഷണം ആദ്യം വരുന്നത്. 3 ആണ് ആദ്യം വരുന്നത്. ഇതിലും 3 ആണ് ആദ്യം, ഇതിലും 3 ആണ് ആദ്യം. സി കട്ട് ചെയ്യാം, ഡി കട്ട് ചെയ്യാം. നിരീക്ഷണം ചെയ്തിട്ട് താരതമ്യം 1 3 1. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് കട്ട് ചെയ്യാം. 3 1. അതായത് താരതമ്യം ചെയ്തിട്ട് എന്താണ്? വർഗീകരണം 2. അത് കഴിഞ്ഞിട്ട് അപഗ്രഥനം 5. പിന്നെ നിഗമനം 4. ഇതാണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? 63 67 71 73. ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് എ ആണ്. 63 ഇത് ഭാജ്യസംഖ്യയാണ്. ഇതൊക്കെ അഭാജ്യമാണ്, അഭാജ്യസംഖ്യകളാണ്. 67 71 73 അഭാജ്യസംഖ്യകളാണ്. 63 മാത്രമാണ് ഭാജ്യസംഖ്യ. അടുത്തത്, ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ദിശ അറിഞ്ഞിരിക്കണം. ദിശ എങ്ങനെയാണ്? ഈ ഭാഗത്ത് കിഴക്ക്, കിഴക്ക് പടിഞ്ഞാറ്, താഴോട്ട് തെക്ക്, ഇവിടെ വടക്ക്. ഓക്കെ, ഇതാണ് വീട്. 12 കിലോമീറ്റർ തെക്കോട്ട്, 12 കിലോമീറ്റർ തെക്കോട്ട്. അത് കഴിഞ്ഞിട്ട് 7 കിലോമീറ്റർ കിഴക്കോട്ട്, 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. എവിടെയാണ് ആൾ നിൽക്കുന്നത്? ഇവിടെ നിൽക്കുന്ന ആളുടെ വലത് ഭാഗം എന്ന് പറയുമ്പോൾ താഴോട്ട്. 4 കിലോമീറ്റർ വലത്തോട്ട്, 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇവിടെ നിൽക്കുന്ന ആളുടെ വലത് ഭാഗം ഇങ്ങോട്ടാണ്.
7 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു 7. ഓക്കെ. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഈ ഒരു ദൂരം എത്രയാണ്? ഈ ദൂരം സെയിം ആണ്, 4 കിലോമീറ്റർ ആണ്. വീട്ടിൽ നിന്നും 12ഉം 4ഉം 16 കിലോമീറ്റർ താഴോട്ടാണ്. താഴോട്ടെന്ന് പറയുമ്പോൾ തെക്ക് ഭാഗം. 16 കിലോമീറ്റർ തെക്ക്. എ ആണ് ആൻസർ. 16 കിലോമീറ്റർ തെക്ക്. അടുത്തത്, ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? കുറവ് ഭാരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ ബിയുടെ ഭാരം കുറവാണ്, എയേക്കാളും കുറവാണ്. അതുപോലെ ബിയുടെ ഭാരം ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണ്, ഇയുടെ ഭാരം സിനേക്കാളും കൂടുതലാണ്. ബിയേക്കാളും കുറവാണ്. ഓക്കെ. ബിയേക്കാളും കുറവാണെന്ന് പറയുമ്പോൾ ഇയുടെ ഭാരം ബിയേക്കാൾ കുറവാണ്, ബിയുടെ ഭാരം എയേക്കാളും കുറവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ, എയേക്കാളും കുറവാണ്. അതുപോലെ ബിയുടെ ഭാരം ഡിയേക്കാളും കുറവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാലോ, സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ ഡിക്ക്. ആദ്യം ഡിക്കാണ്. എങ്കിൽ ഏറ്റവും കുറവ് ആർക്കാണ്? ഡിയേക്കാളും കുറവ് എക്ക്, എയിനേക്കാളും കുറവ് ബിക്ക്, ബിനേക്കാളും കുറവ് ഇക്ക്, ഇനേക്കാളും കുറവ് സിക്ക്. അപ്പോൾ സി ആണ് നമ്മുടെ ആൻസർ. സിക്കാണ് ഏറ്റവും ഭാരം കുറവ്. അടുത്തത്, എ ബി സി ഈക്വൽ ടു 6, ബി സി ഡി ഈക്വൽ ടു 9 ആണെങ്കിൽ സി ഡി ഇ. ഇവിടെ എയും ബിയും സി ഡി ഇ ഇത്രയും ലെറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ളതിൻ്റെ പൊസിഷൻ 1, 2, 3, 4, 5 എന്നുള്ളതായിരിക്കും. എ ബി സി 6 1, 2, 3, 3, 3, 6 ഈ പൊസിഷൻ കൂട്ടി കഴിഞ്ഞിട്ടാണ് ഇവിടെ എഴുതുന്നത് 6. ബി സി ഡി 2, 3, 2, 3, 5, 5, 4, 9 ശരിയാണ്. ഇനി സി ഡി ഇ എത്രയാണ്? സി ഡി ഇ 3, 4, 7, 7, 5, 12. അപ്പോൾ സി 12 ആണ് നമ്മുടെ ആൻസർ. 15 + 33 ഹരിക്കണം 11 ഇൻറ്റു 12 ഹരിക്കണം 3 - 10 കണക്കാക്കുക. ഇതൊരു ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് എഴുതാം നമുക്ക്. 15 + 33 ഹരിക്കണം 11 ഇൻറ്റു 12 ഹരിക്കണം 3, ഇത് ബ്രാക്കറ്റിനകത്താണ്, -10. ബോർഡ് മാസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ബോർഡ് മാസ് ആദ്യം ഇതിൽ ബ്രാക്കറ്റിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ബ്രാക്കറ്റിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 4 ആണ്. അപ്പോൾ ഇതെങ്ങനെ വന്നു? 15 + 33 ഹരിക്കണം 11 ഇൻറ്റു 4 - 10. ബി കഴിഞ്ഞു. ഇനി ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തത് ഡിവിഷനാണ്. ഡിവിഷൻ ഇവിടെയുണ്ട്. ഡി ഭാഗമാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. 33 ഹരിക്കണം 11 അതിൻ്റെ ആൻസർ 3 വരും. 15 + 3 ഇൻറ്റു 4 - 10. ഡിവിഷൻ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഇവിടെയുണ്ട്. 3 × 4 ഉണ്ട്. അപ്പോൾ അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ ഇതെന്തായി മാറി? 15 + 12 - 10. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? അഡീഷനാണ് ചെയ്യേണ്ടത്. അഡീഷൻ ഇവിടെ ഉണ്ട്. 15ഉം 12ഉം എത്രയാണ്? 27 - 10. ഇനി അഡീഷൻ കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് സബ്ട്രാക്ഷനാണ്. 27ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 17. 17 ആണ് നമ്മുടെ ആൻസർ. ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. നമുക്കിങ്ങനെ എഴുതാം. 36 × 36 ഡിവൈഡഡ് ബൈ 6 × 6. സോൾവ് ചെയ്യുമ്പോൾ 1 6 6 6 36, ഈ 6 പോയി, ഈ 6 പോയി. നമ്മുടെ ആൻസർ എത്രയാണ്? 36 ആണ് നമ്മുടെ ആൻസർ. ആൻസർ എ. അടുത്തത്, √0.444 അത് ഇൻഫിനിറ്റി വരെ പോകുന്നു എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സംഖ്യ ഉണ്ടെങ്കിൽ 0.444 അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിനെ നമുക്ക് 4/9 എന്ന് എഴുതാം. 0.3333 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് 3/9. 0.8888 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് 8/9 ഇങ്ങനെ എഴുതാം.
അപ്പോൾ ഇവിടെ നമുക്കിത് 4/9 എഴുതാം. അപ്പോൾ √0.444 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം √4/9. ഇതിന് നമുക്ക് √4 ഡിവൈഡഡ് ബൈ √9 എഴുതാം. അപ്പോൾ √4 എത്രയാണ് 2, √9 എത്രയാണ് 3, 2/3. 2/3 ആൻസറിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 ഹരിക്കണം 3, 3ൽ 2 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു 0 കൊടുത്തു. 6 3 18, 20ന് 18 കുറച്ച് കഴിഞ്ഞാൽ 2 പോവില്ല, 20 എഴുതി. 6 3 18, പിന്നെയും 2 20 6, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ 0.666. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ആൻസർ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ എത്രയാണ്? 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1.5 ഇൻറ്റു 0.2 ദ ഹോൾ സ്ക്വയർ എത്രയാണ് എന്ന് എഴുതാം. 1.5 ഇൻറ്റു 0.2 എത്രയാണ് ആൻസർ കിട്ടുക? 0.3 അല്ലേ? 0.3 സ്ക്വയർ കിട്ടും. 0.3 ഇൻറ്റു 0.3 എത്ര വരും? 0.09 വരും. 0.09. 0.3 ഇൻറ്റു 0.3, 3യുടെ വർഗ്ഗം എത്രയാണ്? 9. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ വർഗ്ഗം കാണുമ്പോൾ നമ്മൾക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വേണം. അതുകൊണ്ട് നമ്മൾ 0.09 എടുത്തു. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? ഡി 0.09. അടുത്ത ക്വസ്റ്റ്യൻ, 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? ഇവിടെ വേഗത തന്നിട്ടുണ്ട്. വേഗത എത്രയാണ്? വേഗത 52 km/മണിക്കൂറാണ്. സമയം തന്നിരിക്കുന്നു. സമയം 6 മണിക്കൂറാണ്. ഇനി നമുക്ക് കാണേണ്ടത് ദൂരമാണ് കാണേണ്ടത്. ഇവിടെ ഇത് km/മണിക്കൂറാണ്, മണിക്കൂറാണ്, യൂണിറ്റൊക്കെ സെയിം ആണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദൂരം എങ്ങനെ കാണാം? വേഗത ഇൻറ്റു സമയം. വേഗത എത്രയാണ്? 52, സമയം 6. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6 2 12, സിസ്റ്റം 1 5 6 31 312 കിലോമീറ്റർ എന്ന് കിട്ടും. ദൂരം ആൻസർ എ, ഓപ്ഷൻ എ 312 കിലോമീറ്റർ. അടുത്തത് ഒരു സീരീസ് കൊടുത്തിരിക്കുന്നു. അടുത്ത സംഖ്യ ഏത്? 0 1 1 2 3 5 8. ഇതാണ് സീരീസ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? 0 1 കൂട്ടി ഇവിടെ എഴുതി. 1 1 2, 1 2 3, 2 3 5, 3 5 8, 5 8 ആണ് അടുത്ത സംഖ്യ വരുന്നത്. 5 8 എത്രയാണ്? 13. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ആൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? ഒരാൾ നാളികേരം വാങ്ങിയ വില എത്രയാണ്? 1200 രൂപ. 1200 രൂപയ്ക്കാണ് വാങ്ങിയത്. 12% ലാഭത്തിന് വിൽക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വാങ്ങിയ വില 100% എടുക്കാം. 100% 1200. വാങ്ങിയ വില 100% എടുത്താൽ 100% എത്രയാണ്? 1200. ഇനി നമുക്ക് 12% ലാഭം ലഭിക്കണം. 12% ലാഭം എന്ന് പറയുമ്പോൾ 100%, വാങ്ങിയ 100% കിട്ടണം, അതിൻ്റെ കൂടെ 12% കൂടി കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 112%. 112% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100% 1200 ആയാലും 112% എത്രയാണ്? ഇത് നമുക്ക് ക്രോസ് ചെയ്യാം. എങ്ങനെ ക്രോസ് ചെയ്യാം? ഇത് രണ്ടും ഗുണിക്കുക, ഇതുകൊണ്ട് ഹരിക്കുക. 1200 ഇൻറ്റു 112 ഡിവൈഡഡ് ബൈ 100. ഈ 0 പോയി. ഇനി 112 ഇൻറ്റു 12 കാണുക. 2 2 4, 1 2 2, 1 2 2, 1 2 2, 1 1, 4 2 2 4, 2 3 3, 1. 1344 രൂപ. ഓപ്ഷൻ സി ആണ് ആൻസർ, 1344 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, 2 1/2 മൈനസ് 1/8 മൈനസ് 1/16. ഈ 2 1/2 മൈനസ് 1/8 മൈനസ് 1/16 ഇതിനെ നമുക്ക് വിഷമഭിന്നമാക്കി എഴുതാം. എങ്ങനെ എഴുതാം? 2 × 2 + 1.
2 2 4 പ്ലസ് 1 5. അപ്പോൾ 5 ഛേദം 2 തന്നെ. 2 2 4 പ്ലസ് 1 5/2 മൈനസ് 1/8 മൈനസ് 1/16. ഇനി ഇതിൻ്റെ ലസാഗു കാണുക. 2 8 16ൻ്റെ ലസാഗു 16 തന്നെയാണ്. വേണമെങ്കിൽ സൈഡിൽ എഴുതാം. 2 8 16. 2 കൊണ്ട് ഹരിച്ചാൽ 1 2 2 4 2 8 8 2 16. ഇനി ഇതിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 1 അതുപോലെ എഴുതി 1 4 4 2 4 8. അപ്പോൾ എത്രയാണ് LCM വരുന്നത്? 24 8 8 2 16. 16ആണ് LCM. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 16 താഴെ എഴുതി. ഇനി ഓരോ ടേമിനെയും നമ്മൾ 16 കൊണ്ട് ഗുണിക്കണം. 5/2 ഇൻറ്റു 16 മൈനസ് 1/8 ഇൻറ്റു 16 മൈനസ് 1/16 ഇൻറ്റു 16. എത്ര വരും? 1 2 2 8 2 16. ഇവിടെ 5 ഇൻറ്റു 8 40 മൈനസ് 1 8 8 2 8 16. 2 മൈനസ് ഇവിടെ 1 ഡിവൈഡഡ് ബൈ 16. 40 2 കുറച്ചാൽ 38, 38 1 കുറച്ചാൽ 37/16. 37/16. ഓപ്ഷൻ ബി ആണ് ആൻസർ, 37/16. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കോ. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് തന്നിരിക്കുന്നു. ശരാശരി 11 ആണ്. എണ്ണം എത്രയാണ്? 35 കുട്ടികളാണ്. എണ്ണം 35. ശരാശരി നമുക്ക് ഇങ്ങനെ എഴുതാം. തുക ഡിവൈഡഡ് ബൈ എണ്ണം ആണ് ശരാശരി. തുക ബൈ എണ്ണമാണ് 11. തുക നമുക്കറിയില്ല. തുക ബൈ 35 ആണ് 11. അപ്പോൾ തുക എത്രയാണ്? തുക 35 ഇൻറ്റു 11 ആണ്. 35 ഇൻറ്റു 11 എത്ര വരും? 35 ഇൻറ്റു 11. ഒരു 5 5, ഒരു 3 3, ഒരു 5 5, ഒരു 3 3. 5 8 3 385. 385. 35 കുട്ടികളുടെ വയസ്സിൻ്റെ തുകയാണ് 385. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടീച്ചറെയും കൂട്ടിച്ചേർത്തപ്പോൾ. ടീച്ചറെ കൂട്ടിച്ചേർത്തു. 35 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ടീച്ചറെ കൂട്ടിച്ചേർത്തപ്പോൾ എണ്ണം എത്രയായി? 36 ആയി. ശരാശരി എത്രയായി? ശരാശരി 12 ആയി. ശരാശരി നമ്മൾ തുക ബൈ എണ്ണം എഴുതുന്നു. തുക ബൈ എണ്ണം എത്രയാണ്? 36 സമം 12. തുക എത്രയാണ്? തുക 36 ഇൻറ്റു 12. 36 ഇൻറ്റു 12 എത്രയാണ്? 36 ഇൻറ്റു 12. 6 2 12. ശിഷ്ടം 1 3 2 6 3 7. 1 6 6 1 3 3. 2 7 6 13. 432. 432. ഈ തുക എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ വയസ്സിൻ്റെ തുക പ്ലസ് ടീച്ചറിൻ്റെ വയസ്സല്ലേ. അപ്പോൾ കുട്ടികളുടെ വയസ്സ് 385 പ്ലസ് ടീച്ചറിൻ്റെ വയസ്സ് നമുക്കറിയില്ല. അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? 432 മൈനസ് 385. ഇവിടെ ചെയ്യാം. 432 മൈനസ് 385. 12 5 കുറച്ച് കഴിഞ്ഞാൽ 7. ഇവിടെ 2 ആണ്. 12 8 കുറച്ച് കഴിഞ്ഞാൽ 4. ഓക്കെ, 47 ആണ് നമ്മുടെ ആൻസർ. 47. ടീച്ചറുടെ വയസ്സ് ഓപ്ഷൻ സി 47. ഇനി ഇതൊരു ഷോർട്ട് കട്ടിലൂടെ ചെയ്യാം. അതും കൂടി കാണിച്ചു തരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 35 കുട്ടികളുടെ ശരാശരി പറഞ്ഞിരിക്കുന്നത് 11. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ എത്ര പേരായി? 36 പേര്. അവരുടെ ശരാശരി 12. 35 36 ആവാൻ 1 കൂടി പ്ലസ് 1. 11 12 ആവാൻ ഇവിടെ 1 കൂടി. ഇനി എന്ത് ചെയ്യണം? ഈ 1ഉം 12ഉം കൂടി ഗുണിക്കുക. 1 ഇൻറ്റു 12 എത്രയാണ്? 12. പിന്നെ 1ഉം 35ഉം കൂടി ഗുണിക്കുക. 1 ഇൻറ്റു 35 35. ഇനി ഇത് രണ്ടും കൂടി കൂട്ടുക. 5 2 7 3 1 4. ഇത് ഷോർട്ട് കട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് 47 എന്നുള്ള ആൻസറിലേക്ക് എത്താം. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 47. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 3 5 7 9. ഇതിൻ്റെ ലസാഗു കാണുക. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന 3ഉം 9ഉം അതിന് 3 കോമൺ ആയിട്ട് വരും. 3 എഴുതാം. 1 1 3 3 5 7 3 3 9.
ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒന്നുമില്ല. ഇതിനെ ഗുണിക്കാം. 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 3. ഇത് ഗുണിച്ച് കഴിയുമ്പോൾ എത്ര വരും? 315 വരിക. 315. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 315. കേരളയുടെ കോഡ് JFQ-BKB ആയാൽ ഒഡീഷയുടെ കോഡ് എന്താണ്? കേരളയുടെ കോഡ് എന്താണ്? KERALA. കേരളയുടെ കോഡ് JFQ-BKB. ഇതെങ്ങനെ കിട്ടി? KJ എന്താണ് റിലേഷൻ ഉള്ളത്? കെയിൽ നിന്ന് ഒന്ന് പിറകോട്ട് മാറിയിട്ടാണ് നമുക്ക് J കിട്ടുക. അപ്പോൾ K -1. E + 1 ആണ് F +1. ആറും ക്യൂവും ആറിന്ന് ഒന്ന് പിറകോട്ട് പോവുക. അപ്പോൾ R -1. എയും ബിയും A + B A+1. L K ആയി. L എങ്ങനെ K ആയി? Lൽ നിന്ന് ഒന്ന് പിറകോട്ട് വന്നു. -1. A B ആയി. A +1 ആണ് B. അപ്പോൾ ഒന്ന് പുറകോട്ട് പോവുക, ഒന്ന് ഒരു സ്ഥാനം മുന്നിലോട്ട് പോവുക. -1 +1 -1 +1 ആ രീതിയിലാണ് ഈ ഒരു കോഡ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒഡീഷ നമുക്ക് എങ്ങനെ എഴുതാം? ODISHA. ആദ്യം ഇവിടെ -1 +1 -1 +1 -1 +1. ഓയിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോവുക. ഓയിൽ നിന്ന് ഒന്ന് പുറകോട്ട് വരുന്ന സമയത്ത് N. അപ്പോൾ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം. ബിയും സിയും കട്ട് ചെയ്തു. D+1 ആകുമ്പോൾ DE ആയിട്ട് മാറും. NE. രണ്ടും NEയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കി കൂടി ചെയ്യുക. I-1 IH ആയിട്ട് മാറും. NEH. രണ്ടിലും NEH ഉണ്ട്. അടുത്തത് S+1 എന്താണ്? T ആയിട്ട് മാറും. ST ആയിട്ട് മാറും. അടുത്തത് H-1 ആകുമ്പോൾ HG ആയിട്ട് മാറും. NEHTG. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആൻസർ കിട്ടി. ഇതാണ് ആൻസർ. അടുത്തതും കൂടി ചെയ്യാം. A+1 എന്ന് പറയുമ്പോൾ AB ആയിട്ട് മാറും. NEHTGB. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്രയാണ്? ഇത് നമുക്ക് ചെറിയൊരു നമ്പർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. 5 കുട്ടികളുള്ള ക്ലാസ് ആണെന്ന് വിചാരിക്കുക. 5 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് മൂന്നാമത്തെ റാങ്കാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റിൽ നിന്ന് അനുവിൻ്റെ റാങ്ക് എത്രയാണ്? നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 കുട്ടികളുണ്ട്. അപ്പോൾ അനുവിൻ്റെ റാങ്ക് ഇപ്പോൾ എവിടെയാണ്? അനു ഇവിടെയാണുള്ളത്. 3ാം റാങ്ക് അനുവിന്. ലാസ്റ്റിൽ നിന്ന് എത്രയാണിത്? 1 2 3 തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കിട്ടും? ആകെയുള്ള കുട്ടികളുടെ എണ്ണം -3 +1 ചെയ്താലല്ലേ നമുക്ക് ആൻസർ കിട്ടുക. 5ൽ നിന്ന് 3 കുറച്ചു 2 2 + 1 3 കിട്ടി. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അതേ രീതിയിൽ ഇവിടെ 50 കുട്ടികളുടെ എണ്ണം മൈനസ് റാങ്ക് +1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 50ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 30 + 1 31ാമത്തെ റാങ്കാണ് പിറകിൽ നിന്നുള്ള അനുവിൻ്റെ റാങ്ക്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 5 126 ആയാൽ 9 എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 126 ആകുന്ന എങ്ങനെയാണ്? 5 ക്യൂബ് +1 ആണ്. 5 ക്യൂബ് എത്രയാണ്? 125 + 1 ആണ് 126. അങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ നമുക്ക് എഴുതാം. 9 ക്യൂബ് +1. 9 ക്യൂബ് എത്രയാണ്? 729. 729 + 1 എത്രയാണ്? 730. 730 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് പ്ലസ് ഇൻറ്റു മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ് ആണെങ്കിൽ 5 + 6 / 6 - 2 + 10ൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തെഴുതാം. 5 + 6 / 6 - 2 × 10ൻ്റെ വില. അപ്പോൾ ആദ്യം നമുക്ക് പ്ലസ് ഉള്ളിടത്ത് എന്താ ചേർക്കേണ്ടത്? പ്ലസ് ഉള്ളിടത്ത് ഇൻറ്റു. ഇത് മാറ്റി നമുക്കിവിടെ ഇൻറ്റു ചേർക്കണം. ഡിവൈഡഡ് ബൈ ആണെങ്കിലോ? ഡിവൈഡഡ് ബൈ ആണെങ്കിൽ പ്ലസ്. ഇത് മാറ്റി പ്ലസ് ആവും. മൈനസ് ആണെങ്കിലോ? മൈനസ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. ഇൻറ്റു ആണെങ്കിലോ? ഇൻറ്റു ആണെങ്കിൽ മൈനസ്. അപ്പോൾ ഇവിടെ മൈനസ്. ഇതൊന്ന് മാറ്റി എഴുതാം. 5 × 6 + 6 / 2 - 10. ഇനി നമ്മൾ ബോഡ് മാസ് അപ്ലൈ ചെയ്യണം. ബോഡ് മാസ് അപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഉണ്ടോ ഇതിൽ? ബ്രാക്കറ്റ് ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഡിവിഷൻ ഉണ്ട്. 6 / 2 ആൻസർ എത്ര വരും? 3 വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 5 × 6 + 3 - 10. ഡിവിഷൻ കഴിഞ്ഞു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഇവിടെയുണ്ട്. 5 × 6 എത്രയാണ്? 30. അപ്പോൾ
30 പ്ലസ് 3 മൈനസ് 10 ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തതാണ് അഡീഷൻ. 30 പ്ലസ് 3 എത്രയാണ്? 33 മൈനസ് 10. അഡീഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് സബ്ട്രാക്ഷനാണ്. 33 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 23 നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 23 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/6 ആയാൽ എക്സിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/6 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? നമ്മൾ എക്സ് ഇവിടെ നിർത്തിയിട്ട് 2/3നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 5/6 മൈനസ് 2/3. ഇനി എന്ത് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 3 എത്രയാണ്? 15. ഈ മൈനസ് എഴുതി. മൈനസ് 6 ഇൻറ്റു 2 12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 3 18. എന്ത് വരും? 15 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 3/18 ആയിട്ട് മാറും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 3 6 3 18. 1/6 ആണ് നമ്മുടെ ആൻസർ. 1/6. ഓപ്ഷൻ ഡി 1/6 ആണ് ശരിയായ ആൻസർ. അടുത്തത് ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? ഒരാൾ ഇവിടെ നേർരേഖയിൽ നിന്ന് 5 മീറ്റർ കിഴക്കോട്ട്. കിഴക്കോട്ട് എങ്ങോട്ടാണ്? വലത്തോട്ടാണ്. ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പോൾ 5 മീറ്റർ കിഴക്കോട്ട്. ഇവിടെ നിന്ന് 5 മീറ്റർ വലത്തോട്ട് പോയി. 5 മീറ്റർ. തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി വടക്ക്. വടക്ക് എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ്. വടക്ക് നേർരേഖയിൽ ലംബമായിട്ട് വടക്ക് എത്ര? 12 മീറ്റർ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം എവിടെയാണ് നിൽക്കുന്നത്? ആദ്യ സ്ഥാനവും തമ്മിലുള്ള കുറഞ്ഞ അകലം എന്ന് പറയുന്നത് ഇതൊരു ത്രികോണമാണ്. ഇതിൻ്റെ കർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ദൂരം എത്രയാണ്? നമ്മുടെ ഇക്വേഷൻ എന്താണ് കർണം കാണാനുള്ള? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ കർണം എങ്ങനെ കാണും? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ എത്രയാണ് വാല്യൂ വരുന്നത്? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 25 പ്ലസ് 144 എത്ര വരും? റൂട്ട് ഓഫ് 169. റൂട്ട് ഓഫ് 169 എത്രയാണ്? 13. ഓപ്ഷൻ സി 13 മീറ്റർ. അടുത്തത് പുസ്തകങ്ങൾ ലൈബ്രറി ആണെങ്കിൽ സിനിമ എവിടെയാണ്? പുസ്തകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ലൈബ്രറിയിൽ. സിനിമ എവിടെയാണ്? തിയേറ്റർ. ഓപ്ഷൻ ബി തിയേറ്ററാണ് ആൻസർ. അടുത്തത് എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? എ എന്ന് പറയുന്ന ഒരാളുണ്ട്. എയുടെ അമ്മയാണ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാം ബി. അമ്മ. അമ്മ എന്നുള്ളതിന് നമ്മൾ മൈനസ് സൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എയുടെ അമ്മയാണ് ബി. ബിയുടെ അമ്മയാണ് സി. ഇവിടെ സി വരച്ചു. ഇത് മൈനസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി. സിയുടെ മകനാണ് ഡി. അപ്പോൾ ഇതിൽ നിന്ന് വരച്ചു നമ്മൾ ഡി. പ്ലസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ സിക്ക് 2 മക്കളാണ്, ബിയും അതുപോലെ ഡിയും. ബി ഫീമെയിലാണ്, ഡി മെയിലാണ്. എങ്കിൽ എയുടെ ആരാണ് ഡി? എയുടെ ആരാണ് ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയുടെ അമ്മയാണ് ബി, അമ്മയുടെ സഹോദരനാണ് ഡി. എയുടെ അമ്മയുടെ സഹോദരനാണ് ഡി. അപ്പോൾ ആരാണ്? അമ്മാവനാണ്. അമ്മാവൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. എയുടെ അമ്മാവനാണ് ഡി. അടുത്ത ക്വസ്റ്റ്യൻ മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എന്താണ്? ഇപ്പോഴത്തെ കേസാണ് എഴുതുന്നത്. വിനു. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. വിനുവിൻ്റെ പ്രായം എക്സ് ആയാൽ മനുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 10. കാരണം മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ, അതായത് ഒരു വർഷം കഴിയുന്ന കേസ്. അപ്പോൾ എന്ത് വരും? 2 പേരുടെ പ്രായത്തിൻ്റെ കൂടെ ഓരോ വർഷം കൂട്ടണം. അപ്പോൾ മനുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 10 പ്ലസ് 1 എത്രയാണ്? എക്സ് പ്ലസ് 11. വിനുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 1. ഇതാണ് അടുത്ത വർഷത്തെ പ്രായം. ഇനി
പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാവും. അടുത്ത വർഷത്തെ മനുവിൻ്റെ പ്രായം x+11. അത് എന്താണ്? വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങ്. 2 × x+1. അതായത് x+11 എന്ന് പറയുന്നത് 2x + 2. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എക്സിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 2x - x + 2. അതായത് 11 എത്രയാണ്? 2x ന്ന് ഒരു x കുറച്ച് കഴിഞ്ഞാൽ x + 2. 2നെ നമുക്ക് ഇപ്പുറത്തെ വശത്ത് കൊണ്ടുവന്നാൽ 11 - 2 ആണ് x. അതായത് 9 ആണ് x. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 9. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? ഇപ്പോഴത്തെ പ്രായമാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? x+10 ആണ് മനുവിൻ്റെ പ്രായം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 9 കൊടുത്തു കഴിഞ്ഞാൽ 9 + 10 ആണ് മനുവിൻ്റെ പ്രായം. അതായത് 19 വയസ്സ്. 19 വയസ്സ്. ഓപ്ഷൻ എ 19 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 3 × 2 / 2 - 4 + 5 × 2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 × 2 / 2 - 4 + 5 × 2. ബോർഡ് മാസ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ബോർഡ് മാസ്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ട്. 2/2. 2/2 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 3 × 1 - 4 + 5 × 2. ഡിവിഷൻ കംപ്ലീറ്റ് ആയി. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടല്ലോ. 3 × 1 ഉണ്ട്, അതുപോലെ 5 × 2 ഉണ്ട്. 3 × 1 എത്രയാണ്? 3. 5 × 2 ഇവിടെ 10 വരും. അപ്പോൾ ഇത് 3 - 4 + 10 ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് അഡീഷൻ. 3ഉം 10ഉം നമുക്ക് ആഡ് ചെയ്യാം. 3 + 10 എത്ര വരും? 13 - 4. മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സബ്ട്രാക്ഷൻ ആണ്. 13 ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 9. 9 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 9. അടുത്ത ക്വസ്റ്റ്യൻ. 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7 അതിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ x കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. നമുക്ക് x എത്രയാണെന്ന് എങ്ങനെ കാണാം? 1 - 2/7. നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 × 7 7 - 2 × 1. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. 2 × 1 2/7. എത്ര കിട്ടി? 5/7. ഓപ്ഷൻ ഡി 5/7 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. √0.01 × √0.0025 എത്രയാണ്? √0.01 × √0.0025. √0.01 നമുക്ക് എങ്ങനെ എഴുതാം? 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 തന്നെയാണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. അതുകൊണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ സ്ഥാനം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് 0.1 ഇൻറ്റു ഇവിടെ 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 4 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 സ്ഥാനമേ പാടുള്ളൂ. അപ്പോൾ 0.05 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 0.1 × 0.05. 1 × 5 5 ആണ്. 1 × 5 5 ആണ്. ഇനി ദശാംശ സ്ഥാനങ്ങൾ നോക്കുക. 1 2 3 ടോട്ടൽ 3 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 0 ഇടുക, ഇവിടെ ഒരു 0 ഇടുക. ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങൾ വന്നു. അപ്പോൾ 0.005 ആണ് നമ്മുടെ ആൻസർ. 0.005 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണ്. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന ഗുണനഫലം 621 ആണ്. 621നെ നമ്മൾ ഘടകങ്ങളാക്കി നോക്കാം. 621നെ നമുക്ക് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 3 6 0 7 3 21. വീണ്ടും 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 3 18 ശിഷ്ടം 2 27 9 3 27. എഗെയിൻ 3 കൊണ്ട് ഹരിച്ചാൽ 2 3 6 3 3 9. ഇനി 23നെ നമുക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 621 = 23 ഇൻറ്റു 3 × 3 9 9 × 3 27. നമുക്ക് 2 ഒറ്റ സംഖ്യ കിട്ടിയില്ലേ? 23ഉം 27ഉമാണ് ആ ഒറ്റ സംഖ്യകൾ. അത് കൺഫേം ചെയ്യാൻ വേണ്ടി അതിൻ്റെ തുക 50 ആണോ നോക്കാം. 23 + 27 എത്രയാണ്? 7 3 10
2 2 4 1 5 കറക്റ്റാണ്. തുക 50 അപ്പോൾ ഗുണനഫലം 621 തുക 50 രണ്ട് ഒറ്റസംഖ്യകൾ ഏതൊക്കെയാണ്? 23 27 ആ ഒറ്റസംഖ്യകൾ. ഇനി എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഈ ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്താണ്? അപ്പോൾ ഈ ഒറ്റസംഖ്യയുടെ തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യ ഏതാണ്? 23ൻ്റെ തൊട്ടടുത്ത് 25. ഇനി 27ൻ്റെ തൊട്ടടുത്ത് ഏതാണ്? 29. ഇത് രണ്ടും തമ്മിലുള്ള ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. 25 ഇൻറ്റു 29. 9 5 45 ശിഷ്ടം 4. 2 9 18 4 22. 2 5 10 ശിഷ്ടം 1. 2 2 4 1 5. 5 2 7. 725 നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 725. അടുത്ത ക്വസ്റ്റ്യൻ 122 ഇൻറ്റു 41 5002 ആയാൽ 1.22 ഇൻറ്റു 41 എത്രയാണ്? അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് 5002. 122 ഇൻറ്റു 41 5002 5002. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗുണനക്രിയയിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 2 ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. 0.22. അപ്പോൾ നമ്മൾ ആൻസറിലും 2 ദശാംശ സ്ഥാനങ്ങൾ വേണം. അപ്പോൾ 2 സ്ഥാനം മാറി നമ്മൾ പോയിന്റ് ഇടുക. ഇവിടെ 2 കഴിഞ്ഞു, 0 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 50.02 നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 50.02. അടുത്ത ക്വസ്റ്റ്യൻ 5 സംഖ്യകളുടെ ശരാശരി 51 അതിൽ ചെറിയ സംഖ്യ ഏത്? ഇത് തുടർച്ചയായ എന്ന് വേണം എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തുടർച്ചയായ. ക്വസ്റ്റ്യൻ ആക്ച്വലി ഡിലീറ്റഡ് ആണ്. തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി 51 ആണെങ്കിൽ അതിൽ ചെറിയ സംഖ്യ നമുക്ക് കാണാൻ പറ്റും. 1 2 3 4 5. 5 സംഖ്യകളുടെ ശരാശരി 51. ശരാശരി എപ്പോഴും മിഡിൽ നമ്പർ ആയിരിക്കും. തുടർച്ചയായ 5 സംഖ്യകളാണെങ്കിൽ ശരാശരി മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 51 വരും. അതിൽ ചെറിയ സംഖ്യ ഇവിടെ 50, ഇവിടെ 49. ചെറിയ സംഖ്യ ഏതാണ്? 49. ഓപ്ഷൻ എ 49. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 10000. 10 100 1000 10000 ആണ് ആദ്യത്തെ സംഖ്യ. 5 അക്കമുള്ള അവസാനത്തെ സംഖ്യ എത്രയാണ്? 99,999. ഇത് ആകെ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കാണാം? 99,999 മൈനസ് 10000 എത്ര കിട്ടി? 9 9 9 9 8. ഇനി ഇതിനോട് 1 കൂട്ടുക. 9 1 10 ശിഷ്ടം 1 10 ശിഷ്ടം 1 10 ശിഷ്ടം 1 10 ശിഷ്ടം 1 9. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 90000 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 90000. അടുത്ത ക്വസ്റ്റ്യൻ -1/3 -2/9 -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? അപ്പോൾ ആദ്യം നമ്മൾ സൈൻ ഇല്ലാതെ നമ്പർ എടുക്കാം. 1/3 2/9 4/3. ഇതിൽ നമുക്ക് ഇതിൽ വലിയത് ഏതാണ് ചെറുത് ഏതാണെന്ന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അംശത്തിൽ ഓരോ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? 10/3. ഇവിടെ 20/9. ഇവിടെ എന്താവും? 40/3. ഇതിനെ ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? നമ്മൾ ശിഷ്ടമൊന്നും കണക്ക് കൂട്ടാതെ ഹരിക്കുക. പൂർണ്ണസംഖ്യയായിട്ട് എത്ര കിട്ടും? 3 9. ഇവിടെ 2 9 18. പിന്നെ ഇവിടെ എത്ര വരും? ഒരു 3 3 13. അപ്പോൾ ഈ ഒരു സംഖ്യകളിൽ ഏറ്റവും വലുത് എത്രയാണ്? ഇവിടെ 13 നമുക്ക് വലുത് കിട്ടിയത്. 13 നമ്മൾ ഏതിൽ നിന്ന് എടുത്താണ്? 4/3. 4/3 ആണ് വലുത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3, അതായത് 1/3. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, അതായത് 2/9. ഇത് നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതിയത്. എന്തുകൊണ്ടാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയത്? നമുക്കിതിൽ നെഗറ്റീവ് സൈൻ കൊടുക്കാനുണ്ട് അല്ലേ? ഇവിടെ നെഗറ്റീവ് കൊടുത്തു. നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറി? ചെറുതിൽ നിന്ന് വലുതിലേക്കായിട്ട് മാറി. അങ്ങനെയല്ലേ? നമ്മൾ -1 -2 -3 എന്ന് എഴുതിയ ഇതിൽ ഏറ്റവും വലുത് ഇതാണ്, -1 ആണ്. പിന്നെ ചെറുത് -2, അതിലും ചെറുതാണ് -3. അപ്പോൾ നമ്മളിത് ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? -3 -2 -1. -3യേക്കാൾ വലുതാണ് -2, -2വിനേക്കാൾ വലുതാണ് -1. അതേപോലെ ഇവിടെ -4/3യേക്കാൾ വലുതാണ് -1/3, -1/3യേക്കാൾ വലുതാണ് -2/9. അപ്പോൾ ഇതാണ് നമ്മുടെ ആരോഹണ ക്രമം.
ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി, -4/3, -1/3, -2/9. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? 3 പേന വാങ്ങുമ്പോൾ നമുക്ക് എത്ര പേന കിട്ടും? 1 പേന വെറുതെ കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര പേനയായി? 4 പേനയായി. 3 പേന വാങ്ങുന്ന സമയത്ത് 1 പേന ഡിസ്കൗണ്ട് കിട്ടി, നമുക്ക് ടോട്ടൽ 4 പേന കിട്ടി. ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 1 ആണ്. എത്ര പേന വിൽക്കുമ്പോഴാണ് ഡിസ്കൗണ്ട് വരുന്നത്? 4 പേന. അത് താഴെ എഴുതുക, പിന്നെ 100 കൊണ്ട് ഗുണിക്കുക. 3 പേന വാങ്ങുമ്പോൾ നമുക്ക് 1 പേന വെറുതെ കിട്ടി, അതായത് ടോട്ടൽ 4 പേന കിട്ടി. അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം എത്രയാണ്? 1. 4ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 1. എത്ര പേന വിറ്റു? ടോട്ടൽ 4. അത് നമ്മൾ താഴെ എഴുതി ഇൻറ്റു 100. എത്ര വരും? 4. ഇവിടെ 25. 25% ഇവിടെ ഡിസ്കൗണ്ട്. ഓപ്ഷൻ ഡി 25%. അടുത്ത ക്വസ്റ്റ്യൻ, 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മളിവിടെ കാണേണ്ടത് ലസാഗുവാണ്, LCM ആണ് കാണേണ്ടത്. 30, 36, 48 LCM എത്രയാണ് വരിക? 6 കൊണ്ട് ഹരിക്കാം. 5 6 30, 6 6 36, 8 6 48. ഇനി 2 കൊണ്ട് ഹരിക്കാം. 5 3 2 6, 4 2 8. ഇനി ഇത് ഹരിക്കാൻ പറ്റില്ല, ഇത് എല്ലാം ഗുണിക്കാം. 6 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 4. 2 ഇൻറ്റു 5 എത്ര വരും? 10 വരും. 3 ഇൻറ്റു 4 12. 12 ഇൻറ്റു 6 എത്ര വരും? 72. 72 ഇൻറ്റു 10 720 സെക്കൻഡ്. 720 സെക്കൻഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓപ്ഷനിലൊക്കെ മിനിറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതിനെ മിനിറ്റിലേക്ക് മാറ്റണം. 720 ഡിവൈഡഡ് ബൈ 60 പോയി. 1 6 6, 2 6 12. 12 മിനിറ്റ് എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷം എന്നാണ് നമ്മുടെ ആൻസർ. 4/3 ഹരിക്കണം 4 പ്ലസ് 2/3ൻ്റെ വില കാണുക. 4/3 ഹരിക്കണം 4 പ്ലസ് 2/3ൻ്റെ വില കാണുക. ഇത് ബോർഡ് മാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോർഡ് മാസ്. ഈ 4/3 ഹരിക്കണം 4 എന്നുള്ളത് നമുക്ക് 4/1 എഴുതാം. വിലയിൽ മാറ്റമൊന്നും വരില്ല. 4നെ 4/1 എഴുതാം. 2 ഭിന്ന സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹരിക്കുക? രണ്ടാമത്തെ സംഖ്യയുടെ വ്യുൽക്രമം എഴുതി ഗുണിക്കുകയാണ് ചെയ്യുക. 4/3 ഒന്നാമത്തെ സംഖ്യ അതുപോലെ എടുത്തെഴുതി ഗുണിക്കണം. 4/1 എന്നുള്ളത് വ്യുൽക്രമം എഴുതുമ്പോൾ 1/4 ആയിട്ട് മാറും. പ്ലസ് 2/3 എന്ന് എഴുതാം. ഇനി ബ്രാക്കറ്റില്ല, ഓഫില്ല, ഡിവിഷനില്ല, മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. 4/3 ഇൻറ്റു 1/4. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതും പോയി. 1/3 പ്ലസ് 2/3. ഇവിടെ ഛേദം സെയിം ആണ്, അതുകൊണ്ട് ഛേദം അതുപോലെ എടുത്തെഴുതി. ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 1 പ്ലസ് 2 എന്ന് പറയുന്നത് 3. 3/3 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 1. 1 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 1. അടുത്ത ക്വസ്റ്റ്യൻ, മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട്? ഇതൊരു വരിയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെയാണ് മയൂഖയുടെ സ്ഥാനം. അത് കഴിഞ്ഞിട്ടും കുറച്ച് പേരുണ്ട്. അപ്പോൾ മയൂഖയുടെ സ്ഥാനം പിന്നിൽ നിന്നും 15-മത്. പിന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മയൂഖയുടെ സ്ഥാനം എത്രയാണ്? 15-മതാണ്. അപ്പോൾ ഇവിടെ പിന്നിൽ മയൂഖയെ കൂടാതെ 14 പേരുണ്ട്. അതുകൊണ്ടാണല്ലോ മയൂഖയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 15ആയിട്ട് മാറുന്നത്. ഇനി മുന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുന്നിൽ നിന്ന് മയൂഖയുടെ സ്ഥാനം 16-മതാണ്. അപ്പോൾ ഇവിടെ മുന്നിൽ മയൂഖേനെ കൂടാതെ 15 പേരുണ്ട്. അപ്പോൾ മുന്നിൽ 15 പേരുണ്ട്, പിന്നിൽ 14 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേരായി? 15 പ്ലസ് 14, 5 4 9, 29 പേരായി. മുന്നിൽ 15 പേര്, പിന്നിൽ 14 പേര്. അപ്പോൾ തന്നെ 29 പേരായി. ഇനി മയൂഖയെ കൂടി കൂട്ടാം, ഒന്നുകൂടി കൂട്ടാം. അപ്പോൾ എത്രയായി? 30. അപ്പോൾ അവരിൽ എത്ര ആൾക്കാരുണ്ട് എന്നതിൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 30. അടുത്തത്, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ശ്രേണി 4, 10, 28, 82. 4, 10,
28, 82. അടുത്ത സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 10 ആകാൻ എത്ര കൂട്ടി? 6 കൂട്ടി. പിന്നെ 10 28 ആവാൻ 18 കൂടി. 28 82 ആവാൻ 54 കൂടി. അപ്പോൾ എത്ര വീതമാണ് കൂടുന്നത്? ആദ്യം 6 കൂടി, അത് 18 ആവാൻ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു. 6 × 3 ആണ് 18. ഈ 18 54 ആവാൻ 18 × 3 54. നമ്മൾ എന്ത് ചെയ്യണം? 54 × 3 കാണണം. 54 × 3 എത്രയാണ്? 54 × 3. 3 12, 3 15 16, 162. അതായത് ഈ 82ൻ്റെ കൂടെ 162 കൂട്ടണം. 162 + 82. 2 2 4, 6 8 14, ശിഷ്ടം 1 2, 244. ഇവിടെ വിട്ടുപോയ സംഖ്യ എത്രയാണ്? 244. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആദ്യം സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. ഇതാണ് ശരിയായ രീതി. അടുത്ത ക്വസ്റ്റ്യൻ, ഓസ്കാർ സിനിമ, അങ്ങനെയാണെങ്കിൽ ബുക്കർ എന്താണ്? ഓസ്കാർ കൊടുക്കുന്നത് സിനിമയ്ക്ക് ആണ്, സിനിമാ മേഖലയിലാണ്. ബുക്കർ എന്തിനു കൊടുക്കുന്ന പുരസ്കാരമാണ്? ഓപ്ഷൻ എ സാഹിത്യം. ഓപ്ഷൻ എ സാഹിത്യമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 10 സ്ക്വയർ 100 ആണെങ്കിൽ 100 സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ 100 ആണെങ്കിൽ 100 സ്ക്വയർ എത്രയാണ്? 100ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം? 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇവിടെ 2 പൂജ്യമുണ്ട്. 2 പൂജ്യത്തിൻ്റെ സ്ക്വയർ എത്രയാണ്? 4 പൂജ്യമാണ് നമ്മുടെ ആൻസർ. 10,000. ഓപ്ഷൻ ബി 10,000 ആണ് ആൻസർ. വ്യത്യസ്തമായത് ഏത്? ചതുരം. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശം. സാമാന്തരികം 4 വശം. ലംബകം 4 വശം. ത്രികോണത്തിന് 3 വശം. അപ്പോൾ വ്യത്യസ്തമായത് ഏതാണ്? ഓപ്ഷൻ ബി ത്രികോണം. അടുത്തത്, മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. നൗ. മകളും സുനിതയുമുണ്ട്. മകൾ സുനിത. ഇപ്പോൾ മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. മകളുടെ വയസ്സ് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സുനിതയുടെ വയസ്സ് 5x. 2 വർഷം കഴിഞ്ഞാൽ, 2 വർഷം കഴിഞ്ഞാൽ എത്രയാണെന്നാണ് പറയുന്നത്? രണ്ടുപേരുടെ വയസ്സിൻ്റെ കൂടെയും 2 വീതം കൂട്ടണം. മകളുടെ വയസ്സ് 2 വർഷം കഴിയുമ്പോൾ x + 2. സുനിതയുടെ വയസ്സ് 5x + 2. ഇനി 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആവും. 2 വർഷം കഴിയുമ്പോഴുള്ള രണ്ടുപേരുടെയും വയസ്സുകൾ x + 2ഉം 5x + 2ഉം ആണ്. ഇതിൻ്റെ തുക, രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 40. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എക്സും 5xും കൂട്ടിക്കഴിഞ്ഞാൽ 6x. 2ഉം 2ഉം 4 + 4 = 40. ഈ 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 6x + 4 ഇപ്പുറത്ത് വരുമ്പോൾ -4 ആവും. 40 - 4. 40 - 4 എത്രയാണ്? 36. 6x 36 ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. എക്സ് എത്രയാണ്? 6നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. 36/6 = 6. എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 എന്നാണ് കിട്ടിയത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നൗ സുനിതയുടെ വയസ്സ് എത്രയാണ്? 5x. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 6 കൊടുത്തു കഴിഞ്ഞാൽ 5 × 6 എത്രയാണ്? 30. 30 സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിൽ അടുത്തത് ഏത്? CXB, EVD, GTF. അടുത്തത് ഏതാണ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കാം. CEI. സിയുടെ കൂടെ 2 കൂട്ടി CDEI. ഇയുടെ കൂടെ 2 കൂട്ടി EGI. ഇനി എന്താണ്? ജിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ I ആവും. ആദ്യത്തെ ലെറ്റർ I ആണ്. ആദ്യത്തെ ലെറ്റർ I ആയിട്ടുള്ള ഓപ്ഷൻ മാത്രം വയ്ക്കാം. ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. A കട്ട് ചെയ്യാം. B, D കട്ട് ചെയ്യാം. അടുത്തത് XVI, VTI. എക്സ് 2 പുറകിലോട്ട് വന്നു VI, V 2 പുറകിലോട്ട് വന്നു TI, 2 പുറകിലോട്ട് വരുമ്പോൾ എന്താ വരിക? RIR. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് കൂടി നോക്കാം. BDI, DFI. B 2 കൂടി D, DFI 2 കൂടി, അത് കഴിഞ്ഞിട്ട് 2 കൂടുമ്പോൾ HIR. H ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 7.5 × 22.36 + 27.64 -
36.57 പ്ലസ് 3.43 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എടുത്തെഴുതാം. 7.5 ഇൻറ്റു 22.36 പ്ലസ് 27.64 ഇത് ഒരു ബ്രാക്കറ്റിനകത്താണ്, മൈനസ് 36.57 പ്ലസ് 3.43 ഇത് അടുത്ത ബ്രാക്കറ്റിനകത്ത്, വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റ് ഇവിടെ രണ്ട് തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. ഈ വലിയൊരു ബ്രാക്കറ്റും ഉണ്ട്, ഇന്നർ ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നർ ബ്രാക്കറ്റാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു സംഖ്യ എടുക്കാം. 22.36 പ്ലസ് 27.64 6 4 10 ശിഷ്ടം 1 6 4 10 ഇവിടെ പോയിന്റ് ശിഷ്ടം 1 7 3 8 8 2 10 ശിഷ്ടം 1 2 2 4 3 5 50. ഈ ഒരു ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 ആണ്. അടുത്ത ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. 36.57 പ്ലസ് 3.43 7 3 10 സിസ്റ്റം 1 5 4 9 3 10 ഇവിടെ പോയിന്റ് സിസ്റ്റം 1 6 4 10 സിസ്റ്റം 1 4 40. ഈ ഒരു ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 40 ആണ് കിട്ടുന്നത്. ഇതെങ്ങനെ എഴുതാം? 7.5 ഇൻറ്റു 50 മൈനസ് 40, അതായത് 7.5 ഇൻറ്റു 50 40 കുറച്ച് കഴിഞ്ഞാൽ 10. 7.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി ദശാംശ സ്ഥാനം ഇടുക. നമുക്ക് എത്ര കിട്ടും? 75 കിട്ടും. ഓപ്ഷൻ സി 75 ആണ് നമ്മുടെ ആൻസർ. താഴെ പറയുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻ എ 12 പ്ലസ് 15 എത്രയാണ് വരേണ്ടത്? 27 വരേണ്ടത്. ഇത് തെറ്റാണ്. ഓപ്ഷൻ ബി 25 7 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 18 ആണ്. ഇവിടെ ഇത് 19 പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. 9 ഇൻറ്റു 6 54 ഇത് ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഡി കൂടി നോക്കാം. 8/2 നമുക്ക് എത്രയാണ് വരേണ്ടത്? 4 വരേണ്ടത്, 5 അല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. 20ൻ്റെയും 30ൻ്റെയും ഉസാഖ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയാണ്? 20ൻ്റെയും 30ൻ്റെയും ലസാഗു ആണ് ചോദിച്ചിരിക്കുന്നത്. 20ലും 30ലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഏതാണ്? 10 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. 2 ഇൻറ്റു 10 20, 3 ഇൻറ്റു 10 30. ഇനി ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യകളില്ല. ഇതെല്ലാം കൂടി ഗുണിക്കുക. 10 ഇൻറ്റു 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 10 60. നമ്മുടെ ലസാഗു 60 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 8/3ൻ്റെ 3/4 ഭാഗം എത്രയാണ്? 8/3ൻ്റെ 3/4 എന്ന് പറയുമ്പോൾ 8/3 ഗുണം 3/4 കാണുക. 1 4 4 2 4 8 ഈ 3 കൂടി പോയി. നമ്മുടെ ആൻസർ 2 ആണ്. ഓപ്ഷൻ ബി 2. 726 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? 726 സെൻറ്റിമീറ്റർ നീളമുള്ള കയറാണ്. അതിനെ നമ്മൾ 100 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെ നീളം എങ്ങനെ കാണാം? 726 ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 2 0 ആണുള്ളത്. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 726 ഒരു സ്ഥാനം വരുമ്പോൾ ഇവിടെ വരും, രണ്ടാമത്തെ സ്ഥാനം ഇവിടെയാണ് വരിക. അപ്പോൾ 7.26 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 8 സ്ക്വയർ പ്ലസ് 9 സ്ക്വയറിൻ്റെ വില കാണുക. 8 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. 8 സ്ക്വയർ എത്രയാണ്? 64 പ്ലസ് 9 സ്ക്വയർ എത്രയാണ്? 81. ആൻസർ എത്രയാണ്? 4 1 5 6 8 14 145. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിന്റ് ആണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിന്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? 6 കളികളുടെ ശരാശരി എങ്ങനെയാണ് കാണുന്നത്? ശരാശരി തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ ശരാശരി തന്നിട്ടുണ്ട്. ശരാശരി എത്രയാണ്? 18 ആണ്. 6 കളികളുടെ എണ്ണം 6 ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 18 ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ 6. അങ്ങനെയാണെങ്കിൽ തുക എത്രയാണ്? ഇതും തമ്മിൽ ഗുണിക്കുക. 18 ഇൻറ്റു 6 108 ആണ് ഇവിടുത്തെ തുക. അടുത്ത കളിയിൽ 25 പോയിന്റ് എടുത്താൽ പുതിയ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ ശരാശരി എങ്ങനെ കാണും? തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ തുക എന്ന് പറയുമ്പോൾ
108 കഴിഞ്ഞ കളിയിൽ എടുത്തിട്ടുണ്ട്. 108 പ്ലസ് ഈ കളിയിലെടുത്ത പോയിന്റ് 25 ഡിവൈഡഡ് ബൈ എണ്ണം 7 ആണ്. 7 കളിയാണ്. എത്ര വരും? 133 ഡിവൈഡഡ് ബൈ 7 19 പുതിയ ശരാശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 64 പ്ലസ് റൂട്ട് ഓഫ് 100ൻ്റെ വില എന്ത്? റൂട്ട് ഓഫ് 64 പ്ലസ് റൂട്ട് ഓഫ് 100. റൂട്ട് ഓഫ് 64 എത്രയാണ്? 8. 8 64 പ്ലസ് റൂട്ട് ഓഫ് 100 എന്ന് പറയുമ്പോൾ 10. 10 പ്ലസ് 8 18. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്രയാണ്? ഇവിടെ വാങ്ങിയ വില എത്രയാ? വാങ്ങിയ വില 1200. വിറ്റ വില 1500. അപ്പോൾ ഇവിടെ ലാഭം എത്രയാണ്? ലാഭം വിറ്റ വില മൈനസ് വാങ്ങിയ വില 1500 മൈനസ് 1200. ഇവിടെ ലാഭം എത്രയാണ്? 300 രൂപയാണ് ലാഭം. ഇനി ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ലാഭശതമാനം എങ്ങനെ കാണും? ലാഭശതമാനം ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം 300, വാങ്ങിയ വില 1200 ഇൻറ്റു 100. ഇതും പോയി. 1 3 3 4 3 12 1 4 4 25 4 100. അപ്പോൾ എത്രയാണ് നമ്മുടെ ലാഭശതമാനം? എത്രയാണ്? 25%. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണുക. ഈ കോണാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഈ കോണിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു രേഖ തന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ഇതിൻ്റെ വാല്യൂ 180 ഡിഗ്രി വരും. 180 ഡിഗ്രി. ഇതിനെ രേഖീയ ജോഡി എന്നാണ് പറയുന്നത്. ഈ രണ്ട് കോണുകൾ ചേർന്നാൽ 180 ഡിഗ്രി വരും. ഈ നമുക്ക് ഇവിടെ ഇതുപോലെ രേഖീയ ജോഡിയായിട്ട് കൺസിഡർ ചെയ്യാം ഇതിനെ. അപ്പോൾ ഒരു വശത്ത് 130 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വശത്തെ കോൺ എത്രയാണ്? 180 മൈനസ് 130 എത്രയാ? 50 ആണ്. അപ്പോൾ ഈ കോൺ എത്രയാണ്? 50 ഡിഗ്രിന്ന് കിട്ടി. ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 50 60ഉം 50ഉം 110. ഇനി ഇതെത്രയാണപ്പോൾ? 180ന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 70 ഡിഗ്രി. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എത്രയാണ്? 70 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ത്? ഇവിടെ ദൂരം എത്രയാണ് തന്നിരിക്കുന്നത്? ദൂരം 45 കിലോമീറ്റർ, സമയം 3 മണിക്കൂർ. 3 മണിക്കൂർ തന്നിട്ടുണ്ട്. ശരാശരി വേഗത എത്രയാണ്? വേഗത എന്താണ്? ദൂരം ബൈ സമയം. ദൂരം ഡിവൈഡഡ് ബൈ സമയം. 45 ഡിവൈഡഡ് ബൈ 3. 15 കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. വില കാണുക. 5 + 3 ഹരിക്കണം 2 + 4 സ്ക്വയർ. 5 + 3 ഇത് ബ്രാക്കറ്റിനകത്താണ്. ഹരിക്കണം 2 + 4 സ്ക്വയർ. ഇത് ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ്. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്. 5 + 3 എത്രയാണ് ആൻസർ? 8. 8 ഹരിക്കണം 2 + 4 സ്ക്വയർ എന്നുള്ളത് 4 സ്ക്വയർ എത്രയാണ്? 16. 16 അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ 4 × 4 എന്നും എഴുതിയിട്ട് ചെയ്യാം. ഇനി ബ്രാക്കറ്റ് കഴിഞ്ഞു. ഓഫ് ഇല്ല. അടുത്തത് ഡിവിഷൻ. ഡിവിഷൻ ഇവിടെ ഉണ്ട്. 8 ഹരിക്കണം 2. 8 ഹരിക്കണം 2 എത്രയാണ്? 4. 4 + 16. ഡിവിഷൻ കഴിഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അടുത്തത് അഡീഷൻ. അഡീഷൻ മാത്രമേ ഉള്ളൂ. സബ്ട്രാക്ഷൻ ഇല്ല. 16ഉം 4ഉം എത്രയാണ്? 20. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്?
2, 6, 12, 20. അടുത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 2, 6, 12, 20. അടുത്ത സംഖ്യ ചോദിച്ചിരിക്കുന്നു. 2 6 ആവാൻ 4 കൂടി, ഇവിടെ 6 12 ആവാൻ 6 കൂടി, 12 20 ആവാൻ 8 കൂടി. ഇനി എത്രയാണ് കൂടേണ്ടത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 വെച്ചിട്ടല്ലേ കൂടുന്നത്. 4 6 ആവാൻ 2 കൂടി, 6 8 ആവാൻ 2 കൂടി. ഇനി 8ൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ എത്ര വരും? 10. ആ 10 20നോട് കൂട്ടി കൂട്ടുക. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 30. ഓപ്ഷൻ ബി 30 ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആ സംഖ്യയും ഒന്നും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യയാണ് അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളായിട്ട് വരുന്നത് അതേ സംഖ്യയും ഒന്നും, സെയിം നമ്പർ മാത്രമാണ് ഘടകങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകളുടെ സെറ്റാണ് തിരിച്ചറിയേണ്ടത്. ഓപ്ഷൻ എ നോക്കിക്കേ, 2 അഭാജ്യമാണ്. 1ഉം 2ഉം മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂ. 3 അഭാജ്യമാണ്. 5 അഭാജ്യമാണ്. 6 അഭാജ്യമാണോ? അല്ല. 6 1 ഘടകമാണ്. അതുപോലെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സെറ്റ് അല്ല. അടുത്ത സെറ്റ് നോക്കിക്കേ, 1 അഭാജ്യമാണോ? അല്ല, 1 അഭാജ്യമല്ല. 1 ഭാജ്യമോ അഭാജ്യമോ അല്ല. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ തുടങ്ങുന്നത് 2ൽ നിന്നാണ്. 2ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. അതുകൊണ്ട് ഇത് അല്ല. അടുത്ത് നോക്കിക്കേ, 2 അഭാജ്യമാണ്, 3 അഭാജ്യമാണ്, 5 അഭാജ്യമാണ്, 11 അഭാജ്യമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നോക്കിക്കേ, 4 1ഉം 4 മാത്രമല്ല, അത് 2 ഘടകമാണ്. അതുപോലെ 6 അഭാജ്യമല്ല, 8 അല്ല, 9 അല്ല, ഇതും അല്ല. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? പൂർണ്ണസംഖ്യ, എണ്ണൽ സംഖ്യ, രേഖീയ സംഖ്യ. 0 പൂർണ്ണസംഖ്യയാണ്, എണ്ണൽ സംഖ്യ അല്ല. എണ്ണൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 1 മുതലല്ലേ എണ്ണൽ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ രേഖീയ സംഖ്യയാണ്. 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 36. 36 എന്ന് പറയുമ്പോൾ നമുക്ക് 6 സ്ക്വയർ ആണത്. 25 5 സ്ക്വയർ ആണ്. 49 7 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒറ്റയാൻ ആരാണ്? 28. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക. ഈ അക്ഷരങ്ങൾ തന്നിരിക്കുന്നു. നമുക്കിത് ഓപ്ഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ എ നോക്കിക്കേ, പാരലൽ. എൽ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. ഇനി സി നോക്കിക്കേ, ഗ്രാഫ്. ജി ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതും ഒഴിവാക്കാം. കാൽക്കുലേറ്റർ. എൽ ഇല്ല. ഇതും ഒഴിവാക്കാം. നമുക്ക് കിട്ടി. പ്രൊട്രാക്ടറാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും വയസ്സുകളുടെ തുക 60ഉം ആണ്. മകൻ്റെ വയസ്സ് എത്ര? സീതയുടെയും മകൻ്റെയും വയസ്സാണ് തന്നിരിക്കുന്നത്. സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. അപ്പോൾ മകൻ്റെ വയസ്സ് എക്സ് ആണെങ്കിൽ സീതയുടെ വയസ്സ് 3x. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. 2 പേരുടെയും വയസ്സുകൾ കൂട്ടുക. 3x + x എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. 3x + x എത്രയാണ്? 4x. 4x എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4നെ ഈ വശത്തേക്ക് കൊണ്ടുവരിക. 60 / 4. ഇതിനെ സോൾവ് ചെയ്യുക. 2 കൊണ്ട് നമ്മൾ ഹരിച്ചാൽ 2 2 4 3 2 6 0 30/2 എത്രയാണ്? 15. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 15. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? മകൻ്റെ വയസ്സ് എത്ര? മകൻ്റെ വയസ്സാണ് എക്സ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞു 15. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 PM അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്ര? ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 AM സ്റ്റാർട്ട് ചെയ്തു. 1 മണിക്കാണ് എത്തുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് 11 മണി, 12 മണി, 1 മണിയാകുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി. എത്ര മണിക്കൂറുണ്ട്? 10 11 ആകുമ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ. ഓപ്ഷൻ ബി 3 hours ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 3/2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാമാണ്? 3/2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ്. 10 മടങ്ങ് എന്ന് പറയുമ്പോൾ ഗുണിക്കണം 10 എന്നാണ് അതിൻ്റെ മീനിങ്. 10 മടങ്ങ് ഗുണിക്കണം 10. 3/2 × 10 എത്ര വരും? 2. ഇവിടെ 2 10 3 5 15. ഓപ്ഷൻ സി 15 ആണ് ആൻസർ.
65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? ടോട്ടൽ എത്ര ആൾക്കാരാണ് ഉള്ളത്? 65 പേരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് സിദ്ധാർത്ഥ് എന്ന് വിചാരിക്കുക. സിദ്ധാർത്ഥിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് എത്രയാണ്? 37. അപ്പോൾ ടോട്ടൽ നമുക്ക് 65 പേരുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് വരെ ആയപ്പോൾ 37 പേര് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ബാക്കി എത്ര പേരുണ്ടെന്ന് എങ്ങനെ കാണാൻ പറ്റും? 65 ടോട്ടലിൽ നിന്ന് ഈ 37 പേരെ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 65 മൈനസ് 37, 15 7 കുറച്ച് കഴിഞ്ഞാൽ 8, ഇവിടെ 5 5 3 കുറച്ച് കഴിഞ്ഞാൽ 28. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ടോട്ടൽ എത്ര പേരുണ്ട്? 28 പേരുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1 2 3 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സിദ്ധാർത്ഥ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ആൾ വരുമ്പോൾ 28 ആൾ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? 28 കഴിഞ്ഞിട്ട് അടുത്തത് 29 സിദ്ധാർത്ഥിൻ്റെ റാങ്ക് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.